മോർണിംഗ്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമ്മളൊന്ന് ഗുരുവായൂർ പോയാലോ? അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. കുളിച്ച് നേരെ ഫ്രഷ് ആവുന്നതിൻ്റെ മുമ്പ്, എന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ മാറ്റുന്നതിന് മുമ്പ് ചെറിയൊരു പരിപാടിയുണ്ട്. കണ്ണനെ കാണാൻ പോവല്ലേ? കണ്ണന് ചെറിയൊരു സാധനം എടുക്കാൻ പോവുകയാണ്. പ്രതീക്ഷിക്കാതെ ഇന്ന് ഗുരുവായൂർ പോവുക കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇന്നും അരുണിന് ഗുരുവായൂർക്കാണ് ഡ്യൂട്ടി. അപ്പോൾ അവൻ്റെ കൂടെ പോയേക്കാന്ന് കരുതി. എന്താ കത്തിയൊക്കെ ആയിട്ടെന്നല്ലേ? വാ കാണിച്ചു തരാം. ആദ്യം ഇങ്ങോട്ട് വിട്ട് ഗുരുവായൂർ എത്തുമോ, പാമ്പ് കടിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തുമോ എന്നൊന്നും എനിക്കറിയില്ല. അത്രയും കാടാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് എനിക്കൊരു കമൻ്റ് അയച്ചു തന്നിട്ടുണ്ട്. തുളസി കത്തി കൊണ്ടൊന്നും വെട്ടാൻ പാടില്ല, തുളസി നുള്ളുന്നത് തുളസി പോലും അറിയരുത്, തുളസി ദേവിയെ അത്രമേൽ നോവിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ കത്രിക വെച്ചിട്ടൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അതാ മനസ്സിലായപ്പം അതേപോലെ ചെയ്യാട്ടോ. നോക്കി, ഒരുപാട് തുളസിക്കതിരോട് കൂടിയിട്ടുള്ള തുളസി. അപ്പുറത്ത് കൃഷ്ണ തുളസി. കണ്ണന് നീതിക്കാൻ കദളിപ്പഴ തുളസിക്കത്. കഴിഞ്ഞ പ്രാവശ്യം ഒരുത്തി കളിയാക്കിയിട്ടുണ്ട്, ഉണങ്ങിയ തുളസിക്കതിരും കൊണ്ടുപോയിന്ന്. ഉണങ്ങിയതല്ലടോ, ഇതിങ്ങനെയാണ് ഉണ്ടാവുക, ഒരു വാടി ഇല പോലെ. അങ്ങനെ ഇതേ എല്ലാം റെഡിയായി. ഇത് തുളസിക്കതിര് കയ്യിൽ പിടിച്ചതാണ്. ബസ്സിനാണ് പോകുന്നത്. പണ്ടത്തെ നൊസ്റ്റാൾജിയ മുടികെട്ടലാണ്. പാവാടയും കുപ്പായമല്ലേ. അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ മുടി കെട്ടിയേക്കാം, ഒന്ന് ഹെയർ സ്റ്റൈലും മാറ്റിയേക്കാമെന്ന് കരുതി. അങ്ങനെ ദേ KSRTC വന്നു. അങ്ങനെ അതിൽ കയറി. ദേ ഈ ഡ്രൈവർ ആർക്കെങ്കിലും പരിചയമുണ്ടോ ആവോ? KSRTCയിലല്ല പോകുന്നതെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ നേരെ ദേ ഗുരുവായൂരെത്തി. എത്തിയപാടക്ക് അവൻ വണ്ടി വർക്ക്ഷോപ്പിലേക്കാട്ടോ കൊണ്ടുപോയത്. അവൻ്റെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. അവൻ വന്നു. അങ്ങനെ നേരെ അമ്പലത്തിലേക്കാട്ടോ പോയത്. ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ അമ്പലത്തിലേക്ക് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എന്തില്ലാത്ത സങ്കടം സഹിക്കാൻ പറ്റാതെ കുറേ ഞാൻ കരഞ്ഞു കേട്ടോ. കാരണം എൻ്റെ ഉമ്മാമ്മൻ്റെ ആണ്ടായിരുന്നു. വിളിക്കായി ഒന്നുമില്ല കേട്ടോ, മനഃപൂർവ്വം പോവാതിരുന്നതാണ്. അപ്പോൾ എന്തോ എനിക്കതൊക്കെ ഓർത്തപ്പം ഭയങ്കര വിഷമം. ആരുമില്ലാതായി പോയില്ലേ അല്ലേ? എന്താ പറയുക, നമ്മളൊരു ഫംഗ്ഷനിൽ മാറി നിൽക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അങ്ങനെ അവിടെ നിന്നൊരു ഷോപ്പിൽ നിന്ന് ഒരു പുളിയച്ചാറൊക്കെ മേടിച്ചു തിരിച്ചു പോന്നു കേട്ടോ. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, അല്ലാണ്ട് സങ്കടം വന്നു. കുറേ കരഞ്ഞു. ഒറ്റക്കായി പോയൊരു ഫീല് ഇപ്പോൾ കണ്ണനിപ്പോൾ എങ്ങനെ മാറ്റിത്തരാൻ പറ്റിയത്. അത് കഴിഞ്ഞ് നേരെ പോയി ഫുഡ് കഴിച്ചു. എൻ്റെ ചെരുപ്പൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയൊരു ചെരുപ്പും മേടിച്ചു. നേരെ പിന്നെ ബസ് കയറി. ഇങ്ങോട്ട് ഡ്രൈവറായി വന്ന ആൾ അങ്ങോട്ട് തിരിച്ച് പാസഞ്ചറായിട്ടാട്ടോ പോയത്. അവൻ്റെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, അതിന്ന് റിപ്പയർ ചെയ്ത് കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നേരെ വീട് വെച്ച് പിടിച്ചു.